JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ 8-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഈ മാസം 8-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈക്കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which article of Indian Constitution deals with the establishment of high courts in states? Which article of the Indian Constitution deals with the establishment of high courts in states? അതായത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ആർട്ടിക്കിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ആർട്ടിക്കിൾ 214. 214. അടുത്ത ക്വസ്റ്റ്യൻ. As of December 2024, how many high courts are there in India? അതായത് 2024 ഡിസംബർ വരെ ഇന്ത്യയിലെ എത്ര ഹൈക്കോടതികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണമാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ആർക്കൊക്കെ അറിയാം എത്ര ഹൈക്കോടതികൾ ഉണ്ട് 2024 ഡിസംബർ വരെ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 25. ആസ് ഓഫ് ഡിസംബർ 24, how many high courts are there in India? 25. അടുത്ത ക്വസ്റ്റ്യൻ. Who appoints the chief justice and other judges of a high court? അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നത്? Who appoints the chief justice and other judges of high court? ആരാണ് ശരി ഉത്തരം? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. What is the retirement age for a high court judge in India? അതായത് ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിന്റെ വിരമിക്കൽ പ്രായം എത്രയാണ്? എത്രയാണ്? ആർക്കൊക്കെ അറിയാം വിരമിക്കൽ പ്രായം എത്രയാണ് എന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 62 വയസ്സ്. വാട്ട് ഈസ് ദ റിട്ടയർമെന്റ് ഏജ് ഫോർ എ ഹൈക്കോർട്ട് ജഡ്ജ് ഇൻ ഇന്ത്യ? 62 years. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following high courts is the oldest in India? അതായത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ പഴക്കം ചെന്ന ഹൈക്കോടതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 എണ്ണത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ. ഏതാണ്? കൽക്കട്ട ഹൈക്കോടതിയാണ് അല്ലേ, കൽക്കട്ട ഹൈക്കോർട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which article of the Indian Constitution empowers high courts to issue writs for the enforcement of fundamental rights and for any other purpose? അതായത് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനും മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കുമായിട്ട് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ആർട്ടിക്കിൾ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ആർട്ടിക്കിൾ 226. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following union territories has its own high court? അതായത് ഈ താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ളത്? താഴെ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏതിനാണ് സ്വന്തമായി ഹൈക്കോടതി ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഡൽഹി. Which of the following union territories has its own high court? ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ. A common high court can be established for 2 or more states or for 2 or more states and a union territory by. അതായത് 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിനും
ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നതിന് ഇനി പറയുന്നവയെ വഴി പിന്തുടരാം. ഏത് വഴിയാണ് പിന്തുടരേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The power of superintendence over all courts and tribunals within its jurisdiction is vested in. അതായത് ഈ അധികാര പരിധിയിലുള്ള ഡാഷിന്റെ അധികാര പരിധിയിലുള്ള എല്ലാ കോടതികളുടെയും ട്രൈബ്യൂണലുകളുടെയും മേൽക്കോടതി അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? The power of superintendence over all courts and tribunals within its jurisdiction is vested in. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഹൈക്കോർട്ട് ആണല്ലേ. The power of superintendence over all courts and tribunals within its jurisdiction is vested in a high court. A person must have held a judicial office in the territory of India for how many years or been an advocate of a high court for how many years to be eligible for appointment as a high court judge? അതായത് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാൻ യോഗ്യത നേടണമെങ്കിൽ ഒരാൾക്ക് ഇന്ത്യയിൽ എത്ര വർഷം ജുഡീഷ്യൽ പദവി വഹിച്ചിരിക്കണം, അല്ലെങ്കിൽ എത്ര വർഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായിരിക്കണം? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, 10 years. 10 years. അടുത്ത ക്വസ്റ്റ്യൻ. The salaries and allowances of high court judges are charged on the dash. അതായത് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും ഇനി പറയുന്നവയിൽ ഈടാക്കുന്നു. ഏതിലാണ് ഈടാക്കുന്നത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ്. The salaries and allowances of high court judges are charged on the consolidated fund of the state. അടുത്ത ക്വസ്റ്റ്യൻ. A high court judge can be removed from office by the president on the recommendation of the parliament on grounds of. അതായത് പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. എങ്ങനെ? അതാണ് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, proven misconduct or incapacity. proven misconduct or incapacity. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which high court has jurisdiction over the union territory of Andaman and Nicobar Islands? അതായത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ കേന്ദ്രഭരണ പ്രദേശത്തിനു മേല് ഏത് ഹൈക്കോടതിക്കാണ് അധികാര പരിധി? ഏത് ഹൈക്കോടതിക്കാണ് അധികാര പരിധി? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കൽക്കട്ട ഹൈക്കോർട്ട്. കൽക്കട്ട ഹൈക്കോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Which can the President of India appoint an acting chief justice of a high court? അതായത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എപ്പോഴാണ് ഒരു ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കാൻ കഴിയുക? എപ്പോഴാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, when the office of chief justice is vacant or the chief justice is temporarily absent or unable to perform duties. When can the President of India India appoint an acting chief justice of a high court? When the office of the chief justice is vacant or the chief justice is temporarily absent or unable to perform. അടുത്ത ക്വസ്റ്റ്യൻ. The writ jurisdiction of the high court is. അതായത് ഹൈക്കോടതി റിട്ട് അധികാര പരിധി. The writ jurisdiction of the high court is concurrent with the Supreme Court. Concurrent with the Supreme Court. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.